നമസ്കാരം, എല്ലാവർക്കും ലൈഫ് ഓഫ് ഷസാം എന്ന് പറയുന്ന എൻ്റെ ചാനലിലോട്ട് സ്വാഗതം. അടിച്ചു കയറി വാ മക്കളെ, അടിച്ചു കയറി വാ. മൈ ഗോഡ്, ടെർബോ ജോസ് ഒക്കെ എന്ത്? ദുബായ് ജോസ് ഈസ് എനർജറ്റിക്, ഈസ് അമേസിങ്. റിയാസ് ഖാൻ ഫാൻ മാൻ. അടിച്ചു കയറി വാ എല്ലാവരും. ആടിപ്പൊളിയായിട്ട്. ഇതൊക്കെ എവിടെ നിന്നാണ് അവന്മാരൊക്കെ കുത്തിപ്പോയിക്കൊണ്ട് വരുന്നത്? Sorry guys, so welcome back to another video. We are going to talk about this movie called Garudan, which has been directed by R.S. Durai Senthilkumar. Yes, പുള്ളി തന്നെയാണ് ഇതിൻ്റെ സ്ക്രീൻ പ്ലേ എഴുതിയിരിക്കുന്നത്. സ്റ്റോറി ബൈ ദ വൺ ആൻഡ് ഓൺലി വെട്രിമാറൻ. എന്തുകൊണ്ട് വെട്രിമാറൻ ഈ പടം എടുത്തില്ല എന്നാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത്. എനിവേസ് ഞാൻ ആലോചിച്ച് കഴിഞ്ഞു. എന്തായാലും പ്രൊഡ്യൂസ്ഡ് ബൈ വെട്രിമാരൻ കെ കുമാർ, പിന്നെ സിനിമാറ്റോഗ്രാഫി ഓർത്തർ എ വിൽസൺ എന്ന് പറയുന്ന ആളാണ്. എഡിറ്റഡ് ബൈ പ്രദീപ് ഇ രാഘവ്. മ്യൂസിക് ബൈ യുവൻ ശങ്കർ രാജ, വിച്ച് ഈസ് ഈ സിനിമയിൽ ത്രൂ ഔട്ട് നമുക്ക് യുവൻ ശങ്കർ രാജയുടെ മ്യൂസിക് അതുപോലെ തന്നെ കേൾക്കാൻ പറ്റുന്നതാണ് ഗൈസ്. ടിപ്പിക്കൽ ഈ YSR ടിപ്പിക്കൽ. 135 മിനിറ്റാണ് സിനിമ. തമിഴ് ലാംഗ്വേജിലാണ്. അഭിനയിച്ചിരിക്കുന്നത് സൂരി, എം ശശികുമാർ, ഉണ്ണി മുകുന്ദൻ തുടങ്ങിയവരാണ് മെയിൻ കഥാപാത്രങ്ങളായി വരുന്ന. ഈ 3 പേരുടെയും ഫ്രണ്ട്ഷിപ്പിൻ്റെയും ത്യാഗത്തിൻ്റെയും തെണ്ടിത്തരത്തിൻ്റെയും ലോയൽറ്റിയുടെയും തേപ്പിൻ്റെയും കൊലയുടെയും ഒക്കെ കഥ പറയുന്ന ഒരു സിനിമയാണ്. ഈ സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ടിപ്പിക്കൽ തമിഴ് മൂവി ടെംപ്ലേറ്റ്. അത് കാണുമ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക്. എന്നാൽ സിനിമ വളരെ എൻഗേജ് ചെയ്തിട്ടാണ് എടുത്തു വച്ചിരിക്കുന്നത്. അത് തന്നെയാണ് ഈ സിനിമ നമ്മളെ എൻജോയ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു ഘടകവും. എസ്പെഷ്യലി സൂരി എന്ന് പറയുന്ന, അതായത് പണ്ട് കാലത്തൊക്കെ ത്രൂ ഔട്ട് കോമഡി പടങ്ങൾ മാത്രം ചെയ്തുകൊണ്ടിരുന്ന ആ മനുഷ്യൻ നിന്ന നിപ്പിൽ എനിക്ക് അഭിനയിക്കാനും അറിയാം എന്ന് പറഞ്ഞ് ഇറങ്ങിയതും, സത്യം പറഞ്ഞാൽ ഈ പടം കാണാനായിട്ട് എക്സൈറ്റ് ചെയ്യിപ്പിച്ച 3 പേരുകളാണ്. ഒന്ന് സ്റ്റോറി ബൈ വെട്രിമാരൻ, 2 സൂരി എന്ന് പറയുന്ന നടൻ, പിന്നെ നമ്മുടെ ഉണ്ണി മുകുന്ദൻ്റെ തമിഴ് പടം. ഇത് 3 ഫാക്ടറിലാണ് ഞാൻ ഈ പടം പോയി കണ്ടത്. ആൻഡ് വെരി എൻ്റർടൈനിങ്. എസ്പെഷ്യലി നല്ല ഒഴുക്കിൽ നമ്മളെ ബോറടിപ്പിക്കാതെ ഇപ്പം ഇറ്റ്സ് എ വെരി പ്രഡിക്റ്റബിൾ കഥ, വെരി വെരി പ്രഡിക്റ്റബിൾ. ഇതിൽ ചില എന്താ പറയുക, ഒരു മെറ്റഫോർ പോലെ ഒരു സാധനമുണ്ട്. അതൊരു ഒരു ലോയലായ ഒരു പട്ടിയുടെ കഥ. അത് അവസാനം സൂര്യ ഒരു ഡയലോഗ് പറയും. ഓ മാൻ, ദാറ്റ് വാസ് അതൊരു ഭയങ്കര ഡയലോഗാണ് കേട്ടോ. അത് നമ്മൾ ഈ സിനിമ കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും. സൂര്യയുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അവരെന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഹീസ് എ ലോയൽ ഡോഗ്, ഒരു ലോയൽ സെർവൻറ്റ്. ഞാൻ ഈ പറയുമ്പോൾ തന്നെ നമുക്ക് തന്നെ ഒരു ഇത് വരും, അങ്ങനെയൊക്കെ ഒരു മനുഷ്യനെ കാണാൻ പാടുണ്ടോ? അയാൾ ആ ഒരു വോണറബിളായ സൈഡിനെ അങ്ങനെ അഡ്വാൻറ്റേജ് എടുക്കുന്ന ആൾക്കാരുണ്ടടേ. അതാണ് ഹാർഷ് റിയാലിറ്റി. ഇതുപോലെ അവരെ ലോയൽറ്റീനെ അഡ്വാൻറ്റേജ് എടുത്ത് അവരെ ഇഷ്ടത്തിന് വേണ്ടി മാനിപ്പുലേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ വളരെ സിമ്പിൾ കഥയാണ്, വളരെ സിമ്പിൾ. ഇന്ന് ഇവരെയൊക്കെ പെർഫോമൻസ്, എസ്പെഷ്യലി ഉണ്ണി മുകുന്ദൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി ഉണ്ണിമുകുന്ദൻ അടിപൊളിയായിട്ട് അഭിനയിച്ചതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഈവൻ അവരും ഉണ്ണിമുകുന്ദനും ശശികുമാറുമായിട്ടുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും ബോണ്ടിങ് ആണെങ്കിലും ഇതിലെ ട്വിസ്റ്റുകളും ടേണുകളും ആണെങ്കിലും ഞാൻ ഭയങ്കര പ്രഡിക്റ്റബിൾ പടമാണ്, പക്ക ടെംപ്ലേറ്റ് പടമാണ്. പക്ഷേ നമ്മൾ ഇങ്ങനെ എൻജോയ് ചെയ്ത് കാണും. ബിക്കോസ് സൂര്യ എന്ന് പറയുന്ന നടൻ, നമ്മൾ ഇത് ഫോക്കസ് പുള്ളിയിലോട്ടാണ്. പുള്ളി എന്തായിരിക്കും കൊണ്ടുവരാൻ പോകുന്നത്, പുള്ളിയുടെ ഈ ഒരു റിയാക്ഷൻ എന്തായിരിക്കും, അങ്ങനെയൊക്കെ കുറേ സാധനങ്ങളുണ്ട്. എസ്പെഷ്യലി ക്ലൈമാക്സ് ഇൻ്റർവെൽ പഞ്ചൊക്കെ അടിപൊളിയാണ്. ഇതിൽ ചില ഹ്യൂമർ വർക്കായിട്ടുണ്ട്. അവസാനം ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു സീനൊക്കെ ഉണ്ടോ, അമ്പമ്പോ അടിപൊളിയാണ്. അത് ഹ്യൂമർ കം മാസാണ്. അതൊരു വേറെ സാധനം അവിടെ. സോ ത്രൂ ഔട്ട് ഒരു നല്ലൊരു പടം തന്നെയാണ്. പക്ഷേ ഭയങ്കര നമ്മൾ വിസിലടിച്ച് പേപ്പറൊക്കെ എറിയണ പരിപാടിയൊന്നുമല്ല. ഒരു ടിപ്പിക്കൽ ഒരു ഗ്രാമം പരിപാടി, അവിടുത്തെ ആൾക്കാർ, അവിടുത്തെ ജീവിതം, അവിടുത്തെ ഫ്രണ്ട്ഷിപ്പ്, അങ്ങനത്തെയൊക്കെ ഒരു സാധനം പറഞ്ഞു പോകുന്ന ഒരു സിനിമ. ഞാൻ ശരിക്കും സിനിമ എൻജോയ് ചെയ്തായിരുന്നു. എനിക്ക് ബോറൊന്നും അടിച്ചില്ല. ഞാൻ പോപ്കോണൊക്കെ മടമടാന്നടിച്ച് രസകരമായിരുന്നു കണ്ട്. പക്ഷേ ആൾക്കാർ കുറവായിരുന്നു പടം കാണാൻ. അതിൽ എനിക്ക് വിഷമമുണ്ട്. ദുബായിലുള്ള ആൾക്കാരൊന്നും പോയി സിനിമയൊക്കെ കാണാനായിട്ട് എന്തിനാണ് ഇങ്ങനെ. പിന്നെ പ്രൈവസിയെ പറ്റി എനിക്ക് സംസാരിക്കണമുണ്ട്. ക്യാമറ പ്രിൻ്റ് കാണുന്ന പരിപാടി നിർത്തിക്കോ കേട്ടോ.
2-3 പേര് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു സിനിമയെ പറ്റി ഞാൻ ഇങ്ങനെ പറയുമ്പോൾ അത് ഏറ്റവും പ്രിൻ്റ് ഇറങ്ങി കേട്ടോ, ഞാൻ അതിൽ കൂടെ കാണാം. ഞാൻ ഇങ്ങനെ ഇവരെയൊന്നും പറയാൻ പറ്റില്ല, പ്രിൻ്റ് ഇറങ്ങണവനാണ് സത്യം പറഞ്ഞാൽ പിടിച്ച് ഇടിക്കേണ്ടത്. അപ്പോൾ ഈ പടങ്ങളായാലും ടെർബോ ആയാലും ഒരു സിനിമയും ക്യാമറ പ്രിൻ്റ് കാണരുത്. ഏടേ അറ്റ്ലീസ്റ്റ് നെറ്റ്ഫ്ലിക്സിലോ പ്രൈമിലോ ഒക്കെ ഇറങ്ങുമ്പോഴെങ്കിലും കാണടേ. എന്തരേ സത്യം പറഞ്ഞാൽ നിങ്ങളില്ലേ ഈ സിനിമാക്കാർ, നിങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ഇങ്ങനത്തെ തെണ്ടികളെയാണ്. അല്ലാതെ ഒരുത്ത വന്നിട്ട് അവന് സിനിമ ഇഷ്ടപ്പെട്ടോ ഇല്ല എന്ന് പറഞ്ഞവന്മാരെ പൊക്ക അല്ല നടക്കേണ്ടത്. ഇവരെയൊക്കെ പൂട്ടാൻ ശ്രമിക്കടേ. വല എന്തെങ്കിലും ആവട്ടെ, എന്തിനാണെങ്കിലും എനിക്കിഷ്ടപ്പെട്ട് നല്ല പടമായിരുന്നു. അത് നല്ല നല്ല പെർഫോമൻസും കാര്യങ്ങളും നല്ല ത്രില്ലിങ്ങും നല്ല ഫൈറ്റും എല്ലാം അടിപൊളിയായിരുന്നു. ഐ ലവ് ഇറ്റ്. നിങ്ങൾ കണ്ടവരാണെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് പറയുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെന്ന് പറയാം, ഇല്ലെന്നില്ല പറയാം, വളരെ മാന്യമായി പറയുക. അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി പിടിക്കരുത്. ഓക്കെ, പീസ് ഔട്ട്, ബൈ ബൈ. അടിച്ച് കയറി പൊയ്ക്കോ. ബൈ ദ വേ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവുക. വി ആർ നിയർലി going towards 1 million. So please support, need it. Thank you.